ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുലാസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് വെച്ചാൽ ഒരു ഹണ്ടിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഞങ്ങൾ തൊടുപുഴ വരുന്ന ഒരു അത്യാവശ്യത്തിന് പോകുമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ട് പോകുമല്ലായിരുന്നു. ഞങ്ങളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു സ്ഥലം കണ്ടു, റോഡ് സൈഡിലായിട്ടൊരു സ്ഥലം കണ്ടു. മീനച്ചിലാറിൻ്റെ സൈഡിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 3 ചെടി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തത്. അതിന് മുമ്പ് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ടേ അല്ലായിരുന്നു പോയത്. ഇത് ഞങ്ങൾ ഈ പ്ലാന്റ്സൊക്കെ കണ്ട് കഴിഞ്ഞാണ് വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. അവിടെ നല്ല ഭംഗിയായിരുന്നു എല്ലാം കാണാനായിട്ട്. ഇവിടെ കുറച്ച് മുളകളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല മരമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി അവിടെ ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങിയതാണ്. ഞങ്ങൾ കോട്ടയത്ത് കൂടിയായിരുന്നു പോയത്. പിന്നെ ഞങ്ങൾ അവരവിടെ വെച്ച് പിടിപ്പിച്ച ചെടികളൊന്നും അല്ല എടുത്തത്, അവിടെ അല്ലാതെ സൈഡിൽ നിന്ന ചെടികളൊക്കെയാണ് എടുത്തത്. പിന്നെ ഇവിടെ നല്ലൊരു പൂ നിൽപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല കളറും ഒരു ലാവൻഡർ പോലത്തെ ഒരു കളർ വന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മുടെ അവിടെയൊക്കെ ഈ സെയിം പൂവിൻ്റെ തന്നെ വേറെ കളർ ചേഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ കളർ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പറമ്പിലും ഉള്ള നമ്മുടെ കലേഡിയ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളത് പറിച്ചൊന്നുമില്ല, ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ മുളയുടെയൊക്കെ ഇടയ്ക്കായിട്ട് ഒരു ചെടി നിൽപ്പുണ്ടായിരുന്നു, ഒരു കലേഡിയയുടെ വേറൊരു ഇത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല, ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ വേറെ വല്ല പ്ലാൻസ് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. കാര്യം ഞങ്ങൾ ഈ കലേഡിയ കണ്ടപ്പോഴത്തേക്കാണ് കരുതിയത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടിയൊക്കെ കാണുമെന്ന്. അങ്ങനെ ഞങ്ങൾ നോക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഫേൺ നിൽക്കുന്ന കണ്ടു. അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, പക്ഷേ ഉമ്മി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് ശ്രദ്ധിച്ചത്. നല്ല രസമുണ്ടായിരുന്നു ആ ഫേൺ കാണാനായിട്ട്. സാധാരണ മിക്ക ഗാർഡനിലും കാണുന്നൊരു ഫേൺ തന്നെയായിരുന്നു അത്. ഞാൻ നേരത്തെ കാണിച്ചത് കലേഡിയ ആയാലും ഇതായാലും എല്ലാം നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന തന്നെ സാധനങ്ങളായിരുന്നു. ഇത് ഞാൻ നേഴ്സറി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കരുതി അവിടെ വെറുതെ നിൽക്കുമോ അത്, അപ്പോൾ കരുതി അങ്ങ് പറിച്ചേക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതിൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കുറച്ചും കൂടിയൊക്കെ വീഡിയോസ് ഒന്നും എടുത്തു, കാര്യം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടെ പിന്നെ കുറച്ച് ക്രോട്ടൺസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയിലായിരുന്നു അവിടെ സെറ്റ് ചെയ്ത് വെച്ചത്. നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഒരു 10-11 ആ സമയത്തൊക്കെ ആയിരുന്നു ഇവിടെ ചെന്നത്. കാര്യം കറക്റ്റ് ഒരു ടൈമായിരുന്നു അത്. അപ്പം നല്ല രസമായിരുന്നു. അവിടുത്തെ പല രീതിയിലുള്ള ക്രോട്ടൺസൊക്കെ ഷേപ്പിൽ ബുഷിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതെല്ലാം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറേ റബ്ബർ തോട്ടത്തിലൊക്കെ ഒത്തിരി പ്ലാന്റ്സ് നിൽക്കുന്ന കണ്ടു, പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒത്തിരി കണ്ടപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ വീഡിയോ എടുക്കാം, ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറിക്കാം എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു റബ്ബർ തോട്ടം കണ്ടു. ഇവിടെയാണ് ഒത്തിരി മോൺസ്ട്ര താഴെ കാണാമല്ലോ. അത് വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, റോഡ് സൈഡിൽ വരുന്നത് മാത്രമല്ല താഴോട്ട് ഇറങ്ങിയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അത് തന്നെ കുറച്ച് നിപ്പുണ്ടായിരുന്നു, ഒത്തിരി ഇല്ലെങ്കിലും കുറച്ച് നിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുള്ളി വീഡിയോ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ പിന്നെ ആ മോൺസ്ട്ര അങ്ങ് പറിക്കാമെന്ന് കരുതി, ഈ സൈഡിലുള്ള മോൺസ്ട്ര പറിക്കാമെന്ന് കരുതി, മറ്റേത് അവിടെ നിന്നോട്ടെ എന്ന് കരുതി. അങ്ങനെ അത് പറിച്ചെടുക്കുമായിരുന്നു. പിന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ഏകദേശം ഒരു അഗ്ലോണിമയുടെ ഒക്കെ പോലത്തെ ഒരു രീതി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്ലാൻ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് പെട്ടെന്ന് പറിച്ചപ്പോൾ തന്നെ വന്നു. അവിടെ അതിൻ്റെ മഴ പെയ്തെങ്ങാണ്ട് നിൽക്കുകയായിരുന്നു, ഇതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വന്നായിരുന്നു. അതെന്തായാലും നല്ല കാര്യമായിരുന്നു. എല്ലായിടവും നമ്മുടെ മറ്റേ കലേഡിയ ഉണ്ട്, അതിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി തൈ കണ്ടപ്പോൾ ഉമ്മി അത് ജസ്റ്റ് ഒന്ന് പറിച്ചേക്കാം, എന്തായാലും അത് ഒരു പ്ലാന്റ് തന്നെ അല്ലേ, പറിച്ചേക്കാം ഗാർഡനിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു. അപ്പോൾ അത് രണ്ടും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി. വേറൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ല. പിന്നെ ഇത് കണ്ടു. ഇത് ഞങ്ങൾ പറിക്കാൻ നോക്കി, പക്ഷെ പറിഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് കരുതി. പിന്നെ ആ സ്ഥലത്ത് ഒത്തിരി ഈ മുൾച്ചെടിയും ഉണ്ടായിരുന്നു. ആ മുൾച്ചെടി കാണാൻ നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് മാറി തന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി ഈ ചെടി ഉണ്ടായിരുന്നു. ഈ ചെടിയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സാധാരണ തന്നെ നേഴ്സറിയിൽ നിന്ന് നല്ല
ക്യാഷ് കൊടുത്ത് തന്നെ മേടിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഉമ്മി ഒത്തിരി ഒന്നും ഞങ്ങൾ പറിച്ചില്ല. ഞങ്ങൾ ഒരു കുഞ്ഞിത്തയും ഒരു വലിയതയും അത്രേ പറിച്ചുള്ളൂ, ഒത്തിരി ഒന്നും പറിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ താഴെ നോക്കാൻ നേരത്ത് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ മനസ്സിലായോ ഇതൊരു കലേഡിയയുടെ വെറൈറ്റി ആണെന്ന്. ഞങ്ങൾ ഈയിടയ്ക്ക് ഒരു കലേഡിയയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഈ ഒരു വെറൈറ്റി അവരുടെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട് ഓർത്തതാ. അല്ലായിരുന്നെങ്കിൽ ഇത് ഞങ്ങൾ എന്തെങ്കിലും പുല്ലിൻ്റെ വല്ലതും വേറെ വലുതാണെന്ന് കരുതിയിട്ട് ഞങ്ങൾ പറിക്കത്തില്ലായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയത്. അങ്ങനെ ഞങ്ങളിത് പറിച്ചു. എന്നിട്ട് ഇതും കൊണ്ടുവന്നു. ഇത് അത്രേ ഉള്ളായിരുന്നു. നമ്മുടെ ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് ഒരു നടുക്കായിട്ട് ഒരു തുള്ളി നിൽക്കുമായിരുന്നു. വേറെ എവിടെ ഒന്നുമില്ലായിരുന്നു അതിൻ്റെ. പിന്നെ ഞങ്ങൾ വേറെ ഒരു സ്ഥലവും കണ്ടില്ല. ഞങ്ങൾ തിരിച്ചിങ്ങ് വരുമായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ പ്ലാന്റ്സും കൊണ്ടുവന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചു. റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 1-2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പോട്ടിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാം കാണാനായിട്ട്. നമ്മൾ ആ അത്രയും പച്ചപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് പറിച്ചതിനെക്കാട്ടി ഭംഗിയുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ഓരോ പോട്ടിലായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ ഈ കലേഡിയ അത് മാത്രമല്ല, ആ താഴെയുള്ളതാണ് അത്. മുകളിലുള്ളത് രണ്ടും ഞങ്ങളുടെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴോട്ടാണ് ഉമ്മ റീപ്ലാന്റ് ചെയ്തത്. എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഇത്രയും പ്ലാന്റ്സ്. അതും മിക്കതും എന്താ പറയുക, നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ തന്നെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതായിരുന്നു. ഈ കലേഡിയയുടെ അല്ല ഞാൻ ഉദ്ദേശിച്ച ബാക്കിയുള്ള മോൺസ്റ്ററൊക്കെ ആയാലും നല്ല ഒരു വെറൈറ്റി തന്നെ കിട്ടിയത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കലേഡിയയും ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ ആലോചിച്ചു, ഇങ്ങനത്തെ കലേഡിയ ഉണ്ട്, നമ്മൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും എന്തായാലും ഹണ്ടിങ്ങിലൂടെ തന്നെ പറിക്കാൻ പറ്റി, എന്തായാലും സന്തോഷമായി. അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹണ്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഹണ്ടിങ് വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ.